ഏഴാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. ആ ആളെ കണ്ട് അവളെ നിലവിളിച്ച് താഴെ വീഴും. അപ്പോഴേക്കും പുറകിലെ പാർക്ക് ഓടി വന്നിട്ട് ലൈറ്റ് ഇടും. അയാളെ കണ്ടിട്ട് നിങ്ങൾ ആരാ, ഈ വീട്ടിൽ എന്ത് ചെയ്യുവാന്ന് ചോദിക്കും. അയാളപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു, പക്ഷേ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഉള്ളിൽ കയറിയതാ. ഞാൻ നിന്നെ പേടിപ്പിച്ചെങ്കിൽ സോറി എന്ന് ഹുഞ്ചിനോട് പറയും. അതെല്ലാം നിങ്ങൾ പോലീസിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പാർക്ക് പോലീസിനെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ ഇത് വൂജിൻ്റെ വീടല്ലേ എന്ന് അയാൾ ചോദിക്കും. നിങ്ങൾക്കെങ്ങനെ എൻ്റെ ബ്രദർ ഇൻ ലോയുടെ പേരറിയുന്നേ? ബ്രദർ ഇൻ ലോയോ? ടേഹിങ് ഇപ്പോൾ അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് ഓടി വരുവാണ്. അവൾക്ക് എന്ത് പറ്റിയെന്ന് ഓർത്തിട്ടുള്ള ടെൻഷനാണ് അവന്. അയാളിപ്പോൾ ഞാൻ വൂജിൻ്റെ അച്ഛനാണെന്ന് പറയും. ടേഹിങ് ഓടി വീട്ടിലെത്തി. പുറത്ത് പാർക്ക് നിൽപ്പുണ്ടാവും. ഹുഞ്ചൻ എവിടെയെന്ന് ചോദിച്ച് അവൻ ഉള്ളിലേക്ക് കയറി ചെല്ലും. അവൾ അവനെ പിടിച്ച് എന്ത് പറ്റി, നീ ഓക്കെ ആണോ? അവളെ ചിരിച്ചുകൊണ്ട് അയാളെ കാണിച്ചു കൊടുക്കും. അവൻ അയാളെ കണ്ടിട്ട് നിങ്ങളാരാ? അയാൾ ടേഹിങ് എന്ന് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് വരും. പക്ഷേ അവന് ആളെ മനസ്സിലാവില്ല. ഹുഞ്ചൻ അവനോട് നിൻ്റെ അച്ഛനാണെന്ന് പറയും. അയാളാണെങ്കിൽ അവനെ കണ്ടിട്ട് കരയുവാണ്. സോറി, ഞാൻ ഒരുപാട് വൈകിപ്പോയെന്ന് പറഞ്ഞ് അയാൾ കരയും. ഇപ്പോൾ അവർ തമ്മിൽ സംസാരിക്കും. അയാൾ എന്ത് പറഞ്ഞിട്ടും അവന് ദേഷ്യം തന്നെയാണ്. നിങ്ങളെന്തിനാ ഇവിടെ വന്നതെന്ന് അവൻ ചോദിക്കും. ഞാൻ നിന്നെ കാണാനാണ് വന്നതെന്ന് അയാൾ പറയുമ്പോൾ ശരി, നിങ്ങളുടെ വർത്തമാനം കഴിഞ്ഞെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോളാൻ അവൻ പറയും. എനിക്ക് നിന്നെ മനസ്സിലാവുമെന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോകും. അവനിപ്പോൾ പണ്ടത്തെ കാര്യമാണ് ഓർക്കുന്നത്. അവൻ്റെ അച്ഛൻ കടം വാങ്ങിയ ആളുകൾ വന്ന് അവനെ പിടിച്ച് അച്ഛൻ എവിടെയെന്ന് ചോദിക്കും. അവനെ നിലത്തിട്ട് ഉപദ്രവിക്കുമ്പോൾ അയാൾ അതുവഴി ഓടിപ്പോകുന്നത് കണ്ട് അവൻ വിഷമിക്കും. ഇപ്പോൾ കമ്പനിയിൽ നമ്മുടെ പാർക്കിൻ്റെ ടീം ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റ് അവരുടെ കമ്പനിയിൽ തന്നെ മെയിൻ പ്രൊജക്റ്റായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷമാകും. ടേഹിങ് ഇപ്പോൾ വൂജുവിനെ ഡേ കെയറിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ വൂജു ആണെങ്കിൽ ഭയങ്കര കരച്ചിലും. ആൾക്കാരെ അമ്മച്ചി അവനെ മേടിച്ചിട്ട് ഞാനിവനെ കൊണ്ടുവിട്ടോളാം, നീ ജോലിക്ക് പോയിക്കോന്ന് ടേഹിങ്ങിനോട് പറയും. അവൻ കൊച്ചിനോട് നീ നന്നായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ മുതുക്കം മകനോടും നിങ്ങളും അമ്മ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് പോകും. വൈകുന്നേരം അവൾ കൊച്ചിനെ കൂട്ടിക്കൊണ്ടു വരുവാണ്. ഓജു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അവർ പോകുന്ന വഴി പാർക്ക് വരെ കാത്തു നിൽപ്പുണ്ടാവും. അങ്ങനെ അവർ പാർക്കിൻ്റെ കാറിൽ കയറി വീട്ടിലേക്ക് പോകും. അയാളും അവരുടെ കൂടെ വന്നിട്ട് വീടിൻ്റെ ഡോറിൽ പുതിയൊരു ലോക്ക് പിടിപ്പിക്കുകയാണ്. ഇവിടെ ഡ്രില്ലുണ്ടോയെന്ന് ചോദിച്ചിട്ട് അവളത് എടുക്കാൻ പോകുമ്പോൾ കുറച്ച് പൊക്കത്തിലായതുകൊണ്ട് അവൾക്കത് എടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടും. അപ്പോൾ പുറകിലൂടെ പാർക്ക് വന്നിട്ട് അത് എടുക്കാൻ നോക്കും. അങ്ങനെ അവർ കണ്ണും നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ടേഹിങ് അങ്ങോട്ട് വന്ന് ഇത് കാണുന്നത്. അവർ പെട്ടെന്ന് മാറും. നീ ഇവിടെ ഈ രാത്രിയിൽ എന്ത് ചെയ്യുവാന്ന് അവൻ പാർക്കിനോട് ചോദിക്കും. അവനപ്പോൾ ഞാൻ പഴയ ലോക്ക് മാറ്റി സേഫ്റ്റിക്ക് വേണ്ടി പുതിയൊരെണ്ണം പിടിപ്പിക്കുമായിരുന്നു എന്ന് പറയും. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടെയാണ് പണി. രണ്ടും കൂടെ എങ്ങനെയൊക്കെയോ അത് പിടിപ്പിക്കും. കൊച്ചങ്ങോട്ട് വരുമ്പോൾ ടേഹിങ് അവനെ എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. അവരെ നോക്കി നിൽക്കുന്ന പാർക്കിന് അവരുടെ അടുപ്പവും സന്തോഷമൊക്കെ കണ്ടിട്ട് വിഷമാവും. ഇപ്പോൾ അടുത്ത സീനിൽ ടേഹിങ് അവൻ്റെ ഫ്രണ്ട്സിനെ വന്ന് കാണുവാണ്. അവൻ അവൻ്റെ ഫ്രണ്ട്സിൽ ഒരുത്തനും കൂടെ അസിസ്റ്റൻ്റായിട്ട് കൂട്ടി. അവനാണെങ്കിൽ ആമിച്ചുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞതിൽ ഫുൾ എക്സൈറ്റഡ് ആണ്. പക്ഷേ മറ്റവൻ നീ ഇപ്പോൾ വലിയ സന്തോഷത്തിലാവേണ്ടതല്ലേ, എന്താ ഈ വിഷമെന്ന് ടേഹിങ്ങിനോട് ചോദിക്കും. എൻ്റെ അച്ഛനെന്ന് പറയുന്നയാൾ എന്നെ വന്ന് കണ്ടെന്ന് അവൻ പറയും. ഞങ്ങൾ രണ്ട് പിള്ളേരെയും അങ്ങനെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം ഇപ്പം അയാൾ മടങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിലെ അയൽക്കാർ ഒരു മേശ എടുത്തുകൊണ്ട് പോകാൻ കഷ്ടപ്പെടുമ്പോൾ ടേഹിങ്ങിൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് നിൽക്കി ഞാനത് എടുക്കാൻ സഹായിക്കാമെന്ന് പറയും. അങ്ങനെ അയൽക്കാരെ എല്ലാം കയ്യിലെടുക്കുവാണ്. അപ്പോഴാണ് ഹുൻജിൻ കൊച്ചിനെയും കൂട്ടി ഡേ കെയറിൽ നിന്ന് വരുന്നത്. അവളിപ്പോൾ അയാളുമായിട്ട് സംസാരിക്കുകയാണ്. അയാൾ ഞാൻ കൊച്ചിനെ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് വൂജുവിനെ എടുത്ത് മടിയിൽ വെക്കും. ടേഹിങ് എന്നെ ഇനി ഒരിക്കലും കാണണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നിനക്കറിയാലോ, അങ്ങനെ വിട്ടുപോകാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ ബന്ധം. എനിക്ക് എല്ലാത്തിനും അവന് പകരം കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്നും അയാൾ അവളോട് പറയും. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ അച്ഛനെ കണ്ട കാര്യം അവൾ അവനോട് പറയുവാണ്. അയാൾ എന്താ പറഞ്ഞേ, പണം വല്ലതും ആവശ്യപ്പെട്ടോ? ഏയ് ഇല്ലില്ല, പുള്ളിക്ക് വൂജുവിനെ കണ്ടതിൽ സന്തോഷമായിരുന്നു. ഓ, നീ വൂജുവിനെ അയാൾക്ക് പരിചയപ്പെടുത്തിയോ? എനിക്ക് അയാളെ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാ നീ അയാളോട് സംസാരിക്കാൻ പോയേ? അവളാണെങ്കിൽ അവർ നിന്നെ വിട്ടിട്ട് പോയതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകുന്നെല്ലാം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവന് വിഷമം വന്നിട്ട് നീയെങ്കിലും എൻ്റെ സൈഡിലായിരിക്കുന്ന ഞാൻ കരുതിയെന്ന് പറഞ്ഞ് റൂമിൽ കയറി വാതിലടയ്ക്കും. അങ്ങനെ അടുത്ത ദിവസം കമ്പനിയിൽ ഇവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന വേറൊരു കമ്പനി, അവരുടെ പ്രപ്പോസലും ഇവരുടേതിന് ഏകദേശം സെയിം ആണ്. ഇവരുടെ അതേ മെനുവും ആശയങ്ങളും എല്ലാം അവരെടുത്തു. ഇപ്പോൾ ഇനി എന്ത് ചെയ്യുന്നറിയാതെ ഒരു ടെൻഷൻ പിടിച്ച അവസ്ഥയിലാണ് ഉള്ളത്. ഹുൻജിൻ ടോയ്ലറ്റിലായിരിക്കുമ്പോൾ പുറത്തുനിന്ന് ആളുകൾ പറയുന്നത് കേൾക്കും.
ആരോ മറ്റേ കമ്പനിക്ക് നമ്മുടെ ഫയലെല്ലാം കൊണ്ട് കൊടുത്തതാണ്. ആ പുതിയ കോൺട്രാക്ട് വർക്കർ ആയിരിക്കും അത് ചെയ്തതെന്ന് ഹുൻജിനെ ഉദ്ദേശിച്ച് അവർ പറയും. അവൾ വേഗം ഡോറ് തുറന്നു ചെന്നിട്ട് അത് ഞാനല്ല അവർക്ക് നമ്മുടെ പ്രൊജക്റ്റ് കൊടുത്തത്, നിങ്ങൾ ചുമ്മാ ഒരു തെളിവില്ലാതെ പറയരുതെന്ന് പറയും. അവരപ്പോൾ നീ ചെയ്തിട്ടില്ലാന്നും തെളിവൊന്നുമില്ലല്ലോ, ഞങ്ങൾ പറയുന്നത് എന്തിനാ ഒളിഞ്ഞു കേട്ട് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞ് അവർ പോകും. കമ്പനിയുടെ ഗ്രൂപ്പ് ചാറ്റിൽ മൊത്തവും അവളാണിത് ചെയ്തത്, അവളാണ് മറ്റവർക്കിത് എത്തിച്ചു കൊടുത്ത ചാരപ്പണി എടുത്തത് എന്നുള്ള ചർച്ചയായിരിക്കും. അങ്ങനെ വിഷമിച്ച് അവൾ റൂഫ് ടോപ്പിൽ നിൽക്കുമ്പോൾ പാർക്ക് അങ്ങോട്ട് വരും. നീ ആളുകൾ പറയുന്നൊന്നും കേൾക്കണ്ട, ഇത് നമ്മുടെ പ്രൊജക്റ്റാണ് എന്നെല്ലാം പറഞ്ഞ് അയാൾ അവളെ ആശ്വസിപ്പിക്കും. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ടീമിൽ നിന്ന് ടേഹിങ് വന്നിട്ട് എല്ലാവരും കൂടിയുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. അവരെടുത്ത ഫോട്ടോസ് കാണിച്ചിട്ട് ഇതിലേതാ വേണ്ടതെന്ന് ചോദിക്കും. ലീക്ക് ചെയ്ത പ്രപ്പോസലിൽ നിന്നുള്ള എല്ലാ ഫുഡ് ഐറ്റംസും മാറ്റി നമുക്ക് പുതിയൊരെണ്ണം ഫോക്കസ് ചെയ്യാമെന്ന് പാർക്ക് പറയും. അയാൾ ഹുൻജിനെ ഈ പ്രപ്പോസൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ടേഹിങ് പുറത്ത് നിൽക്കുമ്പോൾ അവിടെയുള്ളവർ ഹുൻജിനാണ് ഇത് ലീക്ക് ചെയ്തെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അവൻ കേൾക്കും. ഇപ്പോൾ കമ്പനിയുടെ മെയിൻ ആളുകളും പാർക്കിൻ്റെ ടീമും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ്. അതിൽ MD പറയും, നമുക്കൊരിക്കലും മറ്റേ കമ്പനിയോട് തോൽക്കാൻ കഴിയില്ല, നമ്മുടെ പ്രപ്പോസൽ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ പാർക്ക്, സാർ നമ്മുടെ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് ഹുൻജിനാണെന്ന് പറയുമ്പോൾ, ഹുൻജിനോ അതാരാന്ന് അയാൾ ചോദിക്കും. അവൾ കൈപ്പൊക്കി സാർ ഞാനാണെന്ന് പറയും. അയാളപ്പോൾ ഇവളൊന്നും വേണ്ട, മറ്റേ ടീമിൽ ഒരുത്തനല്ലേ, അവനെ ഏൽപ്പിച്ചാൽ മതി, അയാൾ വിദേശത്തേക്ക് പോയി പഠിച്ചതല്ലേ. പക്ഷേ പാർക്കാണെങ്കിൽ ഇത് ഞങ്ങളുടെ ടീമിൻ്റെ വർക്കാണ്, അതുകൊണ്ട് നമുക്കൊരു കോമ്പറ്റീഷൻ വെക്കാം, നിങ്ങൾ പറഞ്ഞ ആളും ഹുൻജിനും രണ്ടുപേരും പ്രസൻറ്റ് ചെയ്ത് കാണിക്കട്ടെ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളെ തിരഞ്ഞെടുക്കാമല്ലോ എന്ന് പറയും. അയാളത് സമ്മതിക്കും. ഇപ്പോൾ രാത്രി ടേഹിങ്ങിൻ്റെ അച്ഛൻ അയൽക്കാരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയിരുന്നു വർത്താനം പറയുവാണ്. അതിനിടയ്ക്ക് നിങ്ങളാണ് ഞങ്ങളുടെ ഹീറോ, രാത്രിയിൽ ഒളിച്ചു വരുന്ന ആളെ നിങ്ങളല്ലേ പിടിച്ചതെന്ന് പറയുമ്പോൾ അച്ഛൻ, അല്ല ഞാൻ അയാളെ പിടിച്ചിട്ടില്ല, അയാളെ പിടിക്കാൻ വേണ്ടി പോലീസുകാരോട് ഞങ്ങളുടെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനർത്ഥം നിങ്ങൾ അയാളെ പിടിച്ചു എന്നാണെന്നൊക്കെ പറഞ്ഞ് അവരും അയാളെ പ്രോത്സാഹിപ്പിക്കും. അതിനിടയ്ക്ക് ഒരാൾ സാധനമായിട്ട് വീഴുമ്പോൾ അയാൾ ഓടിപ്പോയിട്ട് അതെടുത്ത് പെറുക്കി കൊടുക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോഴാണ് ജോലി കഴിഞ്ഞ് ടേഹിങ് അങ്ങോട്ട് വരുന്നത്. അയാൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവനൊന്ന് മൈൻഡ് ആക്കുക പോലും ചെയ്യാതെ പോകും. ഹുൻജിനിപ്പോൾ പാതിരാത്രിയായിട്ടും അവളുടെ വർക്കിലാണ് ഉള്ളത്. അങ്ങനെ നേരെ ഒരുപാട് വൈകി. അവൾ തിരിച്ചു പോകുമ്പോൾ പാർക്ക് അവളെ കാത്ത് നിൽപ്പുണ്ടാവും. ടേഹിങ് അവളെ കാണാതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ കൊച്ചിൻ്റെ കയ്യിലും കൊടുത്തിട്ട് ദേ ആൻറ്റി ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും. അവരിപ്പോൾ വീടിൻ്റെ മുമ്പിലെത്തി. ഇറങ്ങാൻ നേരം പാർക്ക് അവളോട്, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറയണം, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. അവളപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്തവണ എനിക്ക് നിൻ്റെ സഹായം വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഈ ജോലി ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോഴേക്കും ടേഹിങ് അവളെ കൂട്ടിക്കൊണ്ട് പോകാനായി കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വരും. അവരെന്നിട്ട് ഒരുമിച്ച് തിരിച്ചു പോകുമ്പോൾ പാർക്ക് അവളെ വിളിച്ചിട്ട്, ഹുൻജിൻ ഞാൻ കാത്തിരിക്കും, പ്രൊജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഡേറ്റിന് പോകാമെന്ന് പറയും. ഇപ്പോൾ വീട്ടിലെത്തി അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടേഹിങ് വന്നിട്ട്, നിനക്കിപ്പോഴും പാർക്കിന് ഇഷ്ടമാണെന്ന് ചോദിക്കും. നീ എന്നെപ്പറ്റി മറന്നു പോയോ, ഞാനും നിൻ്റെ സൈഡിലാണെന്ന് അവൻ പറയും. അവൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ ഊജി എണീറ്റു എന്ന് പറഞ്ഞ് വേഗം ഓടുന്ന് രക്ഷപ്പെട്ടോടും. അവൾ പൊരിഞ്ഞ വർക്കിലാണ്. ഫുൾ ടൈം അവളുടെ പ്രസൻറ്റേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശേഖരിക്കും, അതിനെക്കുറിച്ച് പഠിക്കും, ഭക്ഷണം രുചിച്ചു നോക്കും, എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കും. അങ്ങനെ പകലെന്നോ രാത്രിയെന്നോ ഒന്നുമില്ലാതെ അവൾ വർക്കാണ്. അങ്ങനെ ഒരു ദിവസം അവൾ ക്ഷീണിച്ചെഴുന്നേറ്റ് വരുമ്പോൾ ടേഹിങ് അവൾക്ക് വേണ്ടി ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അവളത് കഴിച്ചു നോക്കും, അതിനെല്ലാം നല്ല ടേസ്റ്റാണ്. അവൻ അവളോട് എല്ലാം ഓക്കെ ആണെന്ന് ചോദിക്കും. അവളെപ്പറ്റി ആളുകൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുമ്പോൾ അവന് ദേഷ്യം വന്നിട്ട്, ഇതെന്താ ഒരാളെ ചുമ്മാ അങ്ങ് ബുള്ളി ചെയ്യുക, എവിടെ HR, ഞാൻ ഇപ്പം തന്നെ അയാൾ വിളിക്കാം, ഇത് ഉടനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. അവളാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. അവനപ്പോൾ നീ ഇന്ന് എൻ്റെ കൂടെ ഷൂട്ടിന് വരുന്നു എന്ന് ചോദിക്കും. ഇന്നത്തെ മോഡൽസ് എല്ലാം ഫോറിനേഴ്സാണ്, നിനക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് ഡാറ്റ വേണമെന്നല്ലേ പറഞ്ഞ്, നമുക്ക് അവർക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കാം, അത് നല്ലതായിരിക്കില്ല എന്ന് പറയുമ്പോൾ അവൾക്കും അത് ഇഷ്ടപ്പെടും. അപ്പോഴാണ് അവർ വൂജുവിനെ എന്ത് ചെയ്യുന്നു ഓർക്കുന്നത്. ഇപ്പോൾ കൊച്ചുമായിട്ട് അവർ ഓരോ വീട്ടിലും ചെല്ലും, പക്ഷേ എല്ലാവർക്കും ഓരോരോ പണിയുണ്ടാകും. അവളുടെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ അവരും ബിസി ആയിരിക്കും. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ നേരത്തെ വിളിച്ച അമ്മച്ചിയും മോനും തിരിച്ചു വിളിക്കുന്നത്. ഊജുവിനെ കുറച്ച് സമയത്തേക്ക് നോക്കാമെന്ന് ചോദിക്കുമ്പോൾ അവരിപ്പോൾ ദൂരെ എവിടെയോ ട്രെക്കിങ്ങിലായിരിക്കും ഉണ്ടാവുക. അമ്മച്ചി ഇത് കേട്ട് അവിടെ വൂജുവിൻ്റെ മുത്തശ്ശനുണ്ടല്ലോ അയാളോട് ചോദിക്കാൻ പറയും. അയാൾ ഇടയ്ക്കിടെ വൂജുവിനെ മിസ് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അവൾ ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കും. ഇപ്പോൾ അടുത്ത സീനിൽ വൂജു മുത്തശ്ശൻ്റെ കൂടെയാണുള്ളത്. ടേഹിങ് അവരെ നോക്കി നിൽക്കും, അവനെന്തോ ടെൻഷനുള്ളത് പോലെ. ഹുൻജിൻ വന്ന് അയാളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കും.
ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന സ്ഥലം, അവിടെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അവർ വന്ന് ടെഹുങ്ങിനെ പരിചയപ്പെടും. അതേസമയം ഹുൻജിൻ ഇവിടെ ഫുഡെല്ലാം റെഡിയാക്കി ഇരിക്കുവാണ്. അവൻ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അവൾ ദൂരെ നിന്ന് നോക്കി നിൽക്കും. ഇപ്പോൾ ഷൂട്ട് തുടങ്ങി. ഫോട്ടോസ് എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവർ വിശ്രമിക്കുമ്പോൾ ഹുൻജിൻ അവരെ വിളിച്ചിട്ട്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ, ഞങ്ങളുടെ കമ്പനിയുടെ ഫുഡ് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുമോ എന്ന് ചോദിക്കും. അവരപ്പോൾ ഇത് ഫ്രീ ആണോ എങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ആവേശത്തോടെ വരും. അവൾ ഫുഡ് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കും. ടെഹുങ്ങും ഹെൽപ്പ് ചെയ്യാനുണ്ട്. എന്നിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ക്യാമറയുമായിട്ട് വന്ന് അവരോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അവർ ഫുഡിനെ പറ്റി അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമെല്ലാം പറയും. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവർ കസേര അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ട് അവളും ഹാപ്പിയായി. പെട്ടെന്ന് ആകാശം ഇരുണ്ടുകൂടി എവിടുന്നോ മഴ പെയ്യാൻ തുടങ്ങും. അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് മഴയത്തൂടെ ഓടും. പുറകിൽ അസ്തമയ സൂര്യനും വിളഞ്ഞു നിൽക്കുന്ന വയലും. നല്ലൊരു സീനാണത്. ഇപ്പോൾ കമ്പനിയിൽ പ്രസൻറ്റേഷൻ നടക്കുവാണ്. MD പറഞ്ഞ ആൾ ആദ്യം പ്രസൻറ്റ് ചെയ്യും. അതിനുശേഷം ഹുൻജിൻ്റെ ഊഴമാണ്. അവളും വന്ന് കോൺഫിഡൻസോടുകൂടെ സംസാരിക്കും. അവളെടുത്ത ഫോറിനേഴ്സിൻ്റെ ഫീഡ്ബാക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം കൂടെ ആയപ്പോൾ ഇവളുടെ പ്രസൻറ്റേഷൻ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. എല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ പാർക്ക് വന്നിട്ട് അവരോട് നമ്മുടെ ടീം വിജയിച്ചു എന്ന് പറയും. ഹുൻജിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്യും. കാര്യങ്ങൾ എന്തായെന്നുള്ള ടെൻഷനിൽ ടെഹുങ് അവൾക്ക് മെസ്സേജ് അയക്കും. അവളപ്പോൾ സക്സസ് ആണെന്ന് പറയുമ്പോൾ അവളേക്കാൾ കൂടുതൽ സന്തോഷം അവനായിരിക്കും. വുജു ഇതിൻ്റെ ആൻറ്റി അത് ചെയ്തു എന്ന് കൊച്ചിനോടും പറഞ്ഞ് ഹൈഫൈവ് അടുപ്പിക്കും. അവനിപ്പോൾ കൊച്ചുമായിട്ട് അവളുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി ഒരു കേക്ക് വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഇതിൽ ഏതാ വേണ്ടതെന്ന് അവൻ വൂജുവിനോട് ചോദിക്കും. കൊച്ചൊരെണ്ണം തൊട്ട് കാണിക്കുമ്പോൾ അത് തന്നെ വാങ്ങും. ഇന്ന് നമുക്കൊരു പാർട്ടി കൊടുത്ത് അവളെ സർപ്രൈസ് ചെയ്യിപ്പിക്കണമെന്ന് അവൻ പറയും. അവളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ദേ വീണ്ടും മഴ പെയ്യും. അവളാണ് കുടയും എടുത്തിട്ടില്ല. എന്ത് ചെയ്യുന്നിടത്ത് നിൽക്കുമ്പോഴാണ് കുടയുമായിട്ട് പാർക്ക് വരുന്നത്. ആ മഴയത്ത് അവളുടെ അടുത്തേക്ക് വന്ന് ഒരു കുടക്കീഴിൽ അവളുടെ മുഖത്തേക്ക് നോക്കി, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൻ പറയും. എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഹുൻജിൻ. അവളത് കേട്ട് ഷോക്കായി നിൽക്കും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അവൾ എന്ത് മറുപടി പറയും? ഇതൊരു ലവ് ട്രയാങ്കിൾ ആവുമോ? നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.